ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എം.ഡിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഒരു വടക്കൻ വീരകഥ. എം.ഡിയുടെ എക്കാലത്തെയും മികച്ച ക്ലാസിക് തിരക്കഥ എന്ന് അവകാശപ്പെടാവുന്ന ഈ സിനിമ അന്ന് ഒട്ടനവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയെടുക്കുകയും ബ്ലോക്ക് ബസ്റ്റർ വിജയവുമായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഈ സിനിമ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 7 വെള്ളിയാഴ്ച വീണ്ടും 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിയപ്പോൾ മികച്ച പ്രേക്ഷക പ്രതികരണവും പിന്തുണയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് 85 തിയേറ്ററാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് 90 തിയേറ്ററിലേക്കും 95 തിയേറ്ററിലേക്കും ഇന്ന് ചൊവ്വാഴ്ചയോടെ 110 തിയേറ്ററിലേക്കും ഉയർന്നിരിക്കുകയാണ്. തൃശൂർ രാഗം പോലെയുള്ള വലിയ തിയേറ്ററുകളിലും ഇന്ന് പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിക്കൊപ്പം സുരേഷ് ഗോപി, ബാലങ്കേ നായർ, ക്യാപ്റ്റൻ രാജു, മാധവി, ഗീത എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 41 ലക്ഷം രൂപയായിരുന്നു. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ 10 ലക്ഷത്തിന് മുകളിൽ കേരള കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 51 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 5-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച 7 ലക്ഷത്തിന് മുകളിൽ കേരള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ 58 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 85-90 ലക്ഷം റേഞ്ചിലുമാണ്. വടക്കൻ വീരകഥ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ റീ റിലീസിനൊപ്പം തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് നാരായണീന്റെ മൂന്നാം മക്കൾ. നവാഗതനായ ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജോജു ജോർജ്, അലൻ സിയർ, സുരാജ് വെഞ്ഞാറമൂട്, സജിത അമ്പലത്തിൽ, ഷെല്ലി കിഷോർ, ഗാർഗിൽ അനന്തൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 72 ലക്ഷം രൂപയാണ്. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 18 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ഈ സിനിമ കേരള കളക്ഷനായി 90 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10-15 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ ആദ്യ 6 ദിവസം കൊണ്ട് 1 കോടിക്ക് മുകളിൽ ഈ സിനിമ കേരള കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിലുമാണ്. വിനീത് ശ്രീനിവാസൻ നായകനായി എം മോഹനൻ സംവിധാനം ചെയ്ത് ജനുവരി 31 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഒരു ജാതി ജാതകം. നിഖില വിമൽ, ബാബു ആന്റണി, കയാട് ലോഹർ, ഇഷ തൽവർ, പൂജ മോഹൻരാജ്, മൃദുൽ നായർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസം കൊണ്ട് കേരള കളക്ഷനായി കളക്ട് ചെയ്തത് ഏകദേശം 6 കോടി 40 ലക്ഷം രൂപയാണ്. 11-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം 30 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് 6 കോടി 70 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8 കോടിക്ക് മുകളിലാണ്. ബേസിൽ ജോസഫ് നായകനായി ജ്യോതി ശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പൊന്മാൻ. മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ സജിൻ ഗോപു, ലിജോ മോൾ ജോസ്, ദീപക് പറമ്പോൾ, ആനന്ദ് മൻമഥൻ, രാജേഷ് ശർമ്മ, ജയ കുറുപ്പ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 11 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 8 കോടി 72 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 12-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 25-30 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 12 ദിവസം കൊണ്ട് 9 കോടിയോളം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 11 കോടി റേഞ്ചിലുമാണ്. ഇനി അജിത് കുമാറിന്റെ വിടാമുയർച്ചി എന്ന തമിഴ് സിനിമയിലേക്ക് വന്നാൽ മകിഴ് തിരുമേനി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ ഫെബ്രുവരി 6 വ്യാഴാഴ്ചയാണ് തിയേറ്ററിലെത്തിയിരുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമയിൽ അർജുൻ, തൃഷ, റെജീന, കസാൻഡ്ര എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി 1 കോടി 35 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 2-ാം ദിവസമായ വെള്ളിയാഴ്ച 45 ലക്ഷം രൂപയും 3-ാം ദിവസമായ ശനിയാഴ്ച 50 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ 4-ാം ദിവസമായ ഞായറാഴ്ച കളക്ട് ചെയ്തത് 40 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ വീക്കെൻഡ് കേരള കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തത് 2 കോടി 70 ലക്ഷം രൂപയായിരുന്നു. അതേസമയം 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ നല്ല ഇടിവ് സംഭവിച്ചു. 19 ലക്ഷം രൂപ മാത്രമാണ് ഇന്നലെ കേരളത്തിൽ ഈ സിനിമയ്ക്ക് കളക്ട് ചെയ്യാനായത്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 2 കോടി 89 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. 6-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 22 ലക്ഷത്തോളം രൂപ കേരള കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ 3 കോടി 10 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ഈ ചിത്രത്തിന്റെ കർണാടക ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 4 ദിവസം കൊണ്ട് 7 കോടി 60 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കളക്ട് ചെയ്തത് 35 ലക്ഷം രൂപയാണ്. ആദ്യ 5 ദിവസത്തെ ഈ സിനിമയുടെ കർണാടക കളക്ഷൻ 7 കോടി 95 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 4 ദിവസം കൊണ്ട് 62 കോടി 70 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്തിരുന്നത്. 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച 3 കോടി 30 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ 5 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 66 കോടിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി ഈ സിനിമയ്ക്ക് 36 കോടി 60 ലക്ഷം രൂപയാണ് ഷെയർ ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 5 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 118 കോടിയോളം രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.